நீழல் தரும் இவள் பார்வை வழியெங்கும் இனி தேவை உயிரே உயிரே உயிர் நீதான் என்றார் உடனே வருவாய் உடல் சாகும் முன்னால் அனலின்றி குளிர் வீசும் இது எந்தன் சிறைவாசம் இது நீ மட்டும் வேண்டும் பெண்ணே நிஜமணி தொலைவில் நிழலில் வலியடி பெண்ணே வரைமுறையில் வதைக்கிறாய் എന്താടാ എന്താ പ്രശ്നം? അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല പപ്പ, എന്തോ ഒരു വിഷമം, അതുകൊണ്ട് വന്ന. അങ്ങോട്ട് പറ മനുഷ്യ. എന്താ പപ്പ മമ്മി പറഞ്ഞ? പപ്പ എന്നോട് പറ. അത് പിന്നെ മോളെ, നാളെ ഒരു കൂട്ടർ മോളെ കാണാൻ വരുന്നുണ്ട്. ഏകദേശം നല്ലൊരു ബന്ധമാ. പപ്പയും മമ്മി നന്നായി അന്വേഷിച്ചു. മമ്മിന്റെ അമ്മച്ചി കൊണ്ടുവന്ന ആലോചന അതെങ്ങനെ തള്ളിക്കളഞ്ഞ് മോക്കറിയാലോ. നാളെ ഒന്ന് ജസ്റ്റ് കാണും. എത്ര തവണ പപ്പ പറഞ്ഞു എനിക്ക് കല്യാണമൊന്നും വേണ്ട, ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്ക് കല്യാണമൊന്നും വേണ്ട, ഞാൻ കുറച്ചുകൂടി പഠിക്കട്ടെ. ഈ മമ്മിക്കാണെന്ന് മമ്മി പോയി പഠിക്കട്ടെ. മോളെ എന്തായാലും നാളെ ഒന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ലല്ലോ. അവര് വരുന്നു, കാണുന്നു. ജസ്റ്റ് നാളെ ഒരു എന്താ പെണ്ണ് കാണില്ല, അത്രയേ ഉള്ളൂ. മോള് വിഷമിക്കുന്നു വേണ്ട. മോക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെറുക്കനെ കാണുന്നു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇത് റിജക്ട് ചെയ്യാം. പിന്നെന്തിനാ പേടിക്കുന്നേ? എനിക്ക് അങ്ങനെ പറ്റി ഒരു വിവരം അറിയത്തില്ല. അയാളൊക്കെ ഞാൻ എങ്ങനെയാ പപ്പ കല്യാണം കഴിക്കുന്നത്? എനിക്ക് എന്താ പയ്യനെ കുറിച്ച് അറിയണ്ട, ഞാൻ പറഞ്ഞുതരാം. പയ്യൻ ഒറ്റ മകന്, അവനൊരു അച്ഛനുണ്ട് അമ്മയുണ്ട്. പിന്നെ എന്താ നമ്മുടെ ഈ നാട്ടിൽ തന്നെ കുറെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ അവർക്ക് തന്നെയുണ്ട്. പിന്നെ ഇവിടുത്തെ സി ഫിനാൻസ് എന്ന് പറഞ്ഞ കമ്പനി ആ പയ്യന്റെ പേരില്ല. അവനാണ് ഏകദേശം നോക്കി നടക്കുന്നത്. എന്നാ ശരി, പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാനിപ്പോ എന്തെങ്കിലും പറയണ? എപ്പോഴാ അമ്മ കല്യാണം? വേണ്ട മോൾ അങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ കല്യാണത്തിന് സമ്മതിക്കണ്ട. നമുക്ക് വേറെ ആലോചനകൾക്ക് നല്ലത് വരും. കുറച്ച് വയസ്സൂടാവട്ടെ. എന്താടി അമ്മേ? എന്റെ പപ്പ കണ്ടുപിടിച്ച് നല്ലൊരു ഇതിന് എനിക്ക് തോന്നുന്നുണ്ടോ? കല്യാണത്തിന് സമ്മതിച്ച് രക്ഷപ്പെടാൻ നോക്ക്. കുഴപ്പമില്ല മമ്മി, ഞാൻ കെട്ടിക്കോളാം. എന്നാലും ഇത്രയും വയസ്സായില്ലേ, ഇനി എന്തിനാ ഇവിടെ പൊരന്നറിഞ്ഞ് നിൽക്കുന്നത്? മമ്മി കുഴപ്പമില്ല, മമ്മി അവരോട് നാളെ കാണാൻ വരാൻ പറ. അല്ല മമ്മി, ഫോട്ടോ ഒന്നുമില്ലേ? മോക്കാദ്യം ഫോട്ടോ കാണണ്ട. പപ്പയും മമ്മിയും കഥ കാണാൻ കെട്ടിക്കോളാന്നല്ലേ പറഞ്ഞു. എന്തായാലും നാളെ അവര് തന്നെയല്ലേ, അപ്പൊ കണ്ടാ മതി. വിളിച്ചിരുന്നു, നീ എങ്ങാണ്ട് കല്യാണത്തിന് സമ്മതിച്ചു, നാളെ ഇങ്ങോട്ട് വരണം, നമുക്ക് ഞാൻ കല്യാണത്തിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? എടി, ഈ പയ്യനുണ്ടല്ലോ സി ഫിനാൻസിന്റെ ഓണറാണ്. ഞാൻ തന്നെ കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഇനി ഒന്നും നോക്കണ്ട, ഈ കല്യാണത്തിലൂടെ ഞാൻ മറ്റവനെ തകർക്കും. അവൻ കണ്ട് ഞെട്ടണം. എന്റെ പൊന്നു ദിവസം നിനക്ക് നല്ലൊരു അവസരം കിട്ടിയിരുന്നേ. ഓക്കെ, നാളെ പെണ്ണുകാണാൻ വരുന്ന സെറ്റ്. പക്ഷെ കല്യാണം കഴിക്കണ്ടേ? എന്താ ചെയ്യുന്നത്? അതാ എനിക്കൊരു വിഷമം. ഇങ്ങനെ എടുത്തു ചാടിയൊന്നും എന്താ ദേഷ്യത്തിന്റെയും വൈകാര്യത്തിന്റെയും പുറത്തല്ലല്ലോ കല്യാണമൊക്കെ കഴിക്കണ്ടേ. പിന്നെ പപ്പയും മമ്മിയും ഹാപ്പിയാടി, എനിക്ക് അവരെ ഹാപ്പിയല്ല നോക്കട്ടെ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അതെനിക്ക് തിരുത്തണം. പിന്നെ അവരോടൊരു പ്രതികാരവും ആകും. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഒട്ടും ഓക്കെ അല്ല. അവരുടെ സന്തോഷമില്ല എനിക്ക് വരുന്നത്. ഇതായിരിക്കും ദൈവം വിധിച്ചത്. നീ നാളെ എത്തണേ? ചെവിന്റെ അമ്മ ഇരിക്കെ. അല്ല, ചെറുക്കൻ എന്താ വരാഞ്ഞേ? ഇത് മന്ത് എൻഡിങ് അല്ലേ, അതുകൊണ്ട് അവന് കുറച്ച് വർക്കുണ്ട്. സോറി, അവൻ ഞങ്ങളെ മാക്സിമം വരാൻ നോക്കിയതാ. പിന്നെ പറഞ്ഞു ഇന്നെന്തായാലും നല്ലൊരു കാണാൻ നമ്മൾ ഡേറ്റ് കുറിച്ചതല്ലേ, അത് വെറുതെ മുടക്കേണ്ട വിചാരിച്ച് ഞങ്ങൾ കാണാൻ നാളെ എനിക്ക് കാണാൻ വരും. അല്ല കൊച്ചെന്തി? അല്ല അമ്മാമ്മയൊന്നും കണ്ടില്ലല്ലോ, അവരാരും വരത്തില്ല ഇന്ന്? ഓ, അമ്മച്ചിക്ക് ഭയങ്കര മുട്ടുവേദനയാണ്, എങ്ങനെയാ ഇങ്ങോട്ട് വരെ വരുന്നത്? പിന്നെ അമ്മച്ചി പറയുന്നുണ്ടാ, അമ്മച്ചി കണ്ടുപിടിച്ച ആലോചനയുണ്ട്, നല്ലതാ, നടക്കുമെന്നൊക്കെ പറയുന്നത്. അപ്പൊ കല്യാണത്തിന്റെ ഒരു ആഴ്ച മുമ്പേ ഇങ്ങനെ എത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ? കൊച്ചിനെ ഞാനിപ്പോ വിളിക്കാം കേട്ടോ. ഇതാണോ എന്റെ മോള്? അവക്കങ്ങനെ ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പിന്നെ അമ്മച്ചി പറഞ്ഞുകൊണ്ട് എന്താ നല്ലൊരു ആലോചനയാണെന്ന് ഞങ്ങൾക്ക് തോന്നി.
അപ്പൊ കുറച്ച് മെച്ചൂരിറ്റി കുറവൊക്കെ കാണും. നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം അവൾ കുഞ്ഞല്ലേ, ഞങ്ങൾക്ക് ഇപ്പോഴും അവള് കുഞ്ഞാണ്. അവൾ ഇതുവരെ വളർന്നെന്ന് പോലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കല്യാണ പ്രായം എത്തിയെന്ന് പോലും എനിക്കിതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് അവൾ എന്നും എന്റെ ഭാവിയാണ്. എടോ അതിനെന്താണോ, തന്റെ മോള് ഞങ്ങളുടെ എന്നും സേഫ് ആയിരിക്കും. താൻ അക്കാര്യം ഓർത്തിട്ട് പേടിക്കൊന്നും വേണ്ട. പിന്നെ കൊച്ചിന് ജോലിക്ക് പോകണമെങ്കിലൊക്കെ അവള് പൊക്കോട്ടെ, അതിനൊന്നും ഞങ്ങളാരും എതിർക്കത്തില്ല, അവനും എതിർക്കത്തില്ല. മോളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. നമുക്ക് കല്യാണം കഴിഞ്ഞ് ജോലിക്കും പോവാം. എന്തെങ്കിലും ആഗ്രഹമുണ്ട് അതെല്ലാം നടത്താം. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്ത് നല്ല മനുഷ്യനാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമോനെ കൂടെ ഒന്ന് കാണണമായിരുന്നു. എന്നാ അവൻ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടുന്നത്? അന്നെ ഞങ്ങൾക്ക് തന്റെ കുട്ടിയെ ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എടുത്തോട്ടെ ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ. ഫോട്ടോ കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയുണ്ട്. എന്റെ മോനെ എന്തായാലും ചാർജ്. പിന്നെ നിങ്ങളൊക്കെ എന്റെ മോനെ ഫോട്ടോ കണ്ടായിരിക്കുകയല്ലേ. അവൻ അതുപോലെ തന്നെ സെയിമാണ്. പക്ഷെ കൊച്ചു ഫോട്ടോ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാനാണ് നല്ല ഭംഗി. പിന്നെ എന്നെ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുണ്ട്. കല്യാണം നമുക്ക് 1 മാസത്തിനുള്ളിൽ നടത്തണം. കാരണം അവന് UK പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ 3-4 വർഷം കഴിഞ്ഞ് വരവൊക്കെ നടക്കത്തുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് എത്രയും പെട്ടെന്ന് നടത്തുവാണെങ്കിൽ കൊച്ചിനെ നമുക്ക് ഉടനെ അങ്ങോട്ട് പറഞ്ഞു വിടാം. വിഷമിക്കേണ്ട. പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാലും അവർക്ക് ഇവിടെ വന്നിരുന്നോളെ എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കോട്ടെ. 1 മാസത്തിനുള്ളിൽ എങ്ങനെ നടത്താൻ പറ്റുമോ തനിക്ക്? 1 മാസം നമുക്കൊന്നും അറേഞ്ച് ചെയ്യാൻ പോലും ടൈമില്ലല്ലോ. അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നടത്താന്നൊക്കെ പറഞ്ഞ അതിനെന്താ, 1 മാസമില്ലേ? കുഴപ്പമില്ല, നമുക്കിതങ്ങ് നടത്താനേ. അമ്മച്ചിക്ക് ഓൾറെഡി പറഞ്ഞു വെച്ച് ഇതുവരെ നടത്തണം. അതുകൊണ്ട് പിന്നെ അവരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കങ്ങ് സെറ്റാക്കാം. 1 മാസം ഇല്ല ഉണ്ടല്ലോ. കുഴപ്പമില്ല. ജേവിന്റെ അമ്മ സന്തോഷത്തോടെ പോകും. നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അത്ര അറിയാൻ മതി. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, ഞങ്ങൾ പോവാണേ. അങ്ങ് വന്നേക്കണം കേട്ടോ. എന്നാ ശരി, അമ്മച്ചിയൊക്കെ തിരക്കെന്ന് പറയണേ. ഞങ്ങളെന്ന് ഇറങ്ങുവാണേ. എടി അന്നെ, നിനക്ക് എന്താ വട്ടായോ? നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ട് നീ എന്തൊരു തീരുമാനം എടുക്ക്. എനിക്കിപ്പോ എന്താ ചെയ്യാൻ? 1 മാസത്തിനുള്ളിൽ എന്റെ കൊച്ചിനെ ഞാൻ എങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിടുമെന്നോ? അതെനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ കൊണ്ട് നടക്കത്തില്ലത്. എന്റെ അമ്മച്ചി എല്ലാം നോക്കിക്കോളും. അവര് ഭയങ്കര പ്ലാനിങ്. നിങ്ങൾ ഇവിടെ ഇരുന്നു. ഒന്നും അർത്ഥം അറേഞ്ച്ഡ് ആണ് നമ്മളെ നല്ലത്. കണ്ടില്ലേ നിന്റെ അമ്മയും ഞാനും എത്ര വർഷം പ്രണയിച്ചു കെട്ടിയതാ. എന്നിട്ടൊന്നും ഒരു ഇതുമില്ലടാ. തീരുമാനങ്ങളൊക്കെ അവിടെയാ. എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ജോലിയില്ലാത്തവന് എന്താ സ്റ്റാൻഡേർഡിനൊപ്പം ജീവിക്കാത്തവനായി പോയില്ലേ. മോടെ കല്യാണം അവർ നന്നായി നടത്തും. അയ്യേ, പപ്പയ്ക്ക് വട്ട. മമ്മി എന്താ ഷോ കാണിക്കുന്നറിയോ? മമ്മിയുടെ വീട്ടുകാരൊക്കെ മിണ്ടിയുടെ ഷോയാ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിന്നോളും. പപ്പ കാര്യമൊന്നും ആക്കണ്ട. വാ, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. നോക്കൂ, എങ്ങനെയുണ്ട് കല്യാണ പെണ്ണെ കാണാൻ? എന്ത് രസം എന്നെ കാണാൻ. രസാ? എനിക്ക് നിന്നെ കണ്ടിട്ട് പേടിയാവോ? ഇന്നെന്റെ കല്യാണമല്ലേ. എങ്ങനെയാടി കല്യാണം എന്നൊക്കെ പറയുന്ന 2 ഇണക്കുരുവികൾ മനസ്സ് കൊടുക്കുന്നതാണ് കല്യാണം. ഞാൻ അവനെ നേരിട്ട് പോലും ഒന്നും കണ്ടിട്ടില്ല. ഇന്ന് എങ്ങനെ ഇരിക്കും എന്റെ ചെറുക്കൻ? മറ്റേ അവനൊന്ന് വന്ന് കണ്ടാലേ എന്തൊക്കെയൊന്ന് സന്തോഷമാകും. എന്നിട്ട് നീ ഈ കാര്യം അരുണിനെ അറിയിച്ചായിരുന്നോ? അവൻ കല്യാണത്തിന് വരുമോ? ഞാൻ എന്തിനാ അറിയിക്കുന്നത്? ഞങ്ങളെ കമ്പനി വർക്ക് ചെയ്യുന്ന വെറും ജോലിക്കാരൻ മാത്രമല്ലേ അവൻ. അവന്റെ MD ചിലപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ഉറപ്പ് അവനെ വിളിച്ചിട്ടുണ്ട്. അവൻ എന്തായാലും അങ്ങനെ വന്ന് കണ്ടിട്ട് അവന് സർപ്രൈസ് ആവണം. 2 ഇങ്ങനെ സംസാരിച്ചിരുന്നു. അവിടെ എല്ലാരും വിളിക്കുന്നുണ്ട്. വാ വേഗം, പെണ്ണിന് വരെ സമയമായി. വീസും വെളിച്ചത്തിലെ തുകളായി ഞാൻ വരുവേ. പേസും വെണ്ണിലവേ ഉനക്കേ ഒളി തരുവേ. അടാടടടാ செய்திடும் பொன் சிலையே, பெண் சிலை செய்திடும் பெண் சிலையே, என் நிலை கொஞ்சம் நீ பார்ப்பாயா? அடடடடடா அடடடடடா ஒரு முறை பார்ப்பாயா?
நெஞ்சை கேட்பாயா மறுமுறை பார்ப்பாயா விழிகளில் காதல் சொல் ഹായ്, ഇത് ചേട്ടനായിരുന്നു. ഏത് കേട്ടാൻ? നീയായിരുന്നു. എങ്ങനെ സംഭവിച്ചിട്ട് എന്റെ തലയ്ക്ക് തന്നെ ഇത് വന്നു വീണത്? നീ എന്തെങ്കിലും കൈവശം കൊടുത്ത എന്റെ വീട്ടുകാർക്ക്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. കേട്ടാ വേട്ടാന്ന് പറഞ്ഞ് എന്റെ പുറകിൽ നിന്ന് വിളിച്ചാൽ നന്നിക്കില്ല. എനിക്ക് നല്ലൊരു പേരുണ്ട്, അത് നീ വിളിച്ചാൽ മതി. എന്റെ ഈശോയെ, ഇന്നേരെന്തിനാ എന്റെ അടുത്താണ് ചാടുന്നത്? ഞാൻ എന്താ തെറ്റ് ചെയ്തിട്ടാ? ദൈവമേ, പുലിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് കടുവയുടെ അടുത്താണല്ലോ വന്ന് ചാടിയിരിക്കുന്നത്. പിന്നെ മോളെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കെവിന്റെ വീടാട്ടോ. അമ്മ ഓപ്പോസിറ്റ് വീട്ടിൽ താമസിക്കുന്നുണ്ട്. നോക്ക്, എന്താവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിച്ചാൽ മതി, അമ്മ ഓടിയെത്തും. രാത്രി പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, പേടിക്കൊന്നും വേണ്ട. അമ്മ അവിടെ തന്നെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ചെയ്താൽ മതി. അതെന്താ അമ്മയൊക്കെ അവിടെ താമസിക്കുന്നത്? ഞാനും വരും, അമ്മയൊക്കെ പോവണ്ട. എന്താ മോളെ കൊച്ചു കുട്ടികളെപ്പോലെ വാശി പിടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ഇതേ ഞാൻ അപ്പുറത്തന്നെ ഉണ്ട്. മോള് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനാ ഇഷ്ടം. പിന്നെ ഞാനായിട്ട് എന്തിനാ അതിനെതിരെ നിൽക്കുന്നത്? ഞാൻ അപ്പുറത്തന്നെ ഉണ്ട്. മോളൊന്നും എടുത്ത് വിഷമിക്കേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ അവിടെ ഒരുപാട് വർക്കുണ്ട്. മോളെ ഞാൻ പോട്ടെ, വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ. അത് പോയോ? ഈ കാരാഗ്രഹത്തിൽ ഇട്ടിട്ട് പോയോ? എന്താ ഇപ്പൊ ചെയ്യുന്നേ? അങ്ങേരോട് എന്ത് കയറി വീണ്ടും ആ ചീറ്റപ്പുലിയങ്ങളെ എന്നെ കടിക്കാൻ വന്ന ഒരു സോറി പറയല്ലേ. ഇവിടെ ഇരിക്കുവായിരുന്നോ? ഇവിടെ നല്ല കാറ്റുണ്ടല്ലേ? ഉണ്ടെങ്കിൽ കണ്ണൂർന്ന് നോക്കണം, കാറ്റുണ്ടോ ഇല്ലയോ? എന്നോട് എന്തിനാ ചോദിക്കുന്നത്? കണ്ണൂർ നോക്കാനേ സൗകര്യമില്ല. തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ താൻ എന്തിനാണ് കല്യാണത്തിന് സമ്മതിച്ചത്? കുറെ നേരമായി. താൻ വല്ല വൈകുന്നേരം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പൊട്ടക്കണക്കിലെടുത്ത് ചാടിയത്. ശരി, ചാടാൻ ഇനിയും സമയമുണ്ട്. മോള് പതുക്കെ പൊട്ടക്കിണറ്റിലൊക്കെ ചാടിയിട്ട് ഉറങ്ങാൻ വന്നാൽ മതി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഹലോ, തന്റെ വർത്താനം കേട്ട എന്റെ വീട്ടുകാർ നിങ്ങളുടെ വീട്ടുകാരോട് വന്ന് എന്റെ മോളെ ഒന്ന് കെട്ടിക്കാനുണ്ട് എന്ന് പറഞ്ഞാലാണല്ലോ തന്റെ വീട്ടുകാർ വന്ന് മോളെ ഒന്ന് തരാമോ എന്ന് ചോദിച്ചിട്ട് മാത്രം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ അഹങ്കരിക്കുന്നത്. നീ എന്താ കരുതി? എനിക്ക് എന്താ ഈ ലോകത്ത് പെണ്ണുങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? പിന്നെ എന്റെ അമ്മയ്ക്കൊരു ഭാഷയുണ്ട്, അച്ചടക്കമുള്ള ഏതോ ഒരു പെണ്ണ് വേണമെന്ന്. പക്ഷെ അവരുടെ സെലക്ഷൻ തെറ്റിന്നാണ് എന്റെ നിഗമനം അനുസരിച്ചിട്ട്. അന്നേ വിട്ടുകൊടുത്തപ്പോ മനസ്സിലാക്കണമായിരുന്നു ഇതുപോലൊക്കെ ഉള്ളത് നിങ്ങൾ തലകേറി ഇരിക്കാനേ വരത്തുള്ളൂ അവസാനം. ഇനി എന്താന്ന് പറഞ്ഞാൽ അനുഭവിക്കാം, അല്ലാതെ എന്ത് പറയാനാ? അല്ലാതെ നിന്റെ ഗ്ലാമർ കണ്ടിട്ടൊന്നുമില്ല. എന്റെ അമ്മ വിചാരിച്ചത് നിനക്ക് ഭയങ്കര അച്ചടക്കം, നീ അങ്ങ് നല്ല സൽസ്വഭാവി കുട്ടിയാന്ന്. പക്ഷെ അതൊക്കെ തീർക്കാൻ എനിക്ക് ഒരു നിമിഷം മതി. വെറുതെ കിടന്നലയ്ക്കാതെ മര്യാദയ്ക്ക് വന്ന് കിടക്കുന്നുണ്ടെ കിടക്ക്, ഇല്ലെങ്കിൽ എവിടോട്ടിൽ ഇറങ്ങിപ്പോ.